ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഐറ്റമാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളതും അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാൻഡിങ് ടൈം ടേബിള്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് പീസാണ്. സൈസ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് നീളം 15 സെൻറ്റിമീറ്ററും വീതി 20 സെൻറ്റിമീറ്ററും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പിങ്ക് കളർ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. ഫ്രണ്ട് മാത്രം കവർ ചെയ്താൽ മതി, ബാക്ക് സൈഡ് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ കറക്റ്റ് സൈസ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് സൈസ് കുറച്ചും കൂട്ടിയൊക്കെ എടുക്കാം. അതുപോലെ തന്നെ കളർ പേപ്പർ ആയാലും നമ്മളെ ഇഷ്ടത്തിന് ഏത് കളറായാലും ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്കത് നീറ്റായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. ഇപ്പം ഞാൻ അടിപൊളിയായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഫ്രണ്ട് സൈഡ് മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ, ബാക്ക് സൈഡ് കവർ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു വൈറ്റ് A4 പേപ്പർ എടുക്കുക. ഇതിൽ ഞാനിപ്പോൾ 7 ഡേയ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള 7 കോളംസും അതുപോലെ തന്നെ 7 പീരീഡ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള 7 കോളംസും അങ്ങനെയാണ് ഞാനിപ്പോൾ വരച്ച് കൊടുക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഇനി 7 പീരീഡ് അല്ല 8 പീരീഡ് ആണെങ്കിൽ ഒരു കോളം കൂടി എക്സ്ട്രാ എടുക്കാവുന്നതാണ്. അതേപോലെ കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുക്കാം. അതിൽ ഫസ്റ്റ് കോളം നമുക്ക് കുറച്ചൊന്ന് വീതി കൂട്ടിയിട്ടൊന്ന് വരച്ച് കൊടുക്കാം, കാരണം അതിൽ ഡേയ്സ് ആണ് നമ്മൾ എഴുതി കൊടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ പീരീഡ്സിൻ്റെ കോളം അതിനേക്കാളും ഒരിത്തിരി ചെറുത്. ഇപ്പോൾ ഷോർട്ടാക്കി എഴുതുന്നവരുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള സൈസ് എടുത്താൽ മതി. ഇനി ഫുള്ളായിട്ട് പീരീഡിൻ്റെ ഏത് സബ്ജക്റ്റാണോ അത് ഫുള്ളായിട്ട് എഴുതുന്നവരുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. കോളംസും റോസൊക്കെ നമ്മൾ കറക്റ്റായി ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എണ്ണി നോക്കിയതിന് ശേഷം മാത്രം നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലാക്ക് കളർ കൊണ്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈനല്ല, ഞാനിപ്പോൾ വരച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു സിഗ്സാഗ് മോഡലിലുള്ളൊരു ലൈൻസാണ് ഞാനിപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കാണുന്ന കോളത്തിൽ ഡേയ്സ് ഓർ പീരീഡ് അങ്ങനെയാണ് എഴുതി കൊടുക്കുന്നത്. കാരണം നമ്മൾ താഴോട്ട് ഡേയ്സും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ പീരീഡ്സും അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ ഡേയ്സും താഴോട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ സാറ്റർഡേ വരെയുള്ള ഡേയ്സ് ഞാൻ താഴോട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പീരീഡിൻ്റെ നേരക്ക് എഴുതുന്നത്, ഞാനിപ്പോൾ ചെയ്യുന്നത് 1 2 3 4 അങ്ങനെ പീരീഡ്സിൻ്റെ എണ്ണമാണ്. അങ്ങനെ 7 പീരീഡിൻ്റെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ചിലവരിവിടെ ടൈം എഴുതുന്നവരുണ്ട്, അതായത് നമ്മൾ ഒരു പീരീഡിൻ്റെ ടൈം എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ എൻഡ് ചെയ്യുന്നത് എത്ര മണി, അപ്പോൾ ആ ടൈം എഴുതി കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതുന്നവർക്ക് ഓരോ കുളത്തിലും അങ്ങനെ എഴുതിയാലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പേപ്പർ ഇതുപോലെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചില്ലേ പിങ്ക് കാർഡ്ബോർഡിൻ്റെ പീസ്, അതിലൊന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. നല്ല നീറ്റായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ വേണം ഒട്ടിച്ച് കൊടുക്കാൻ. അതിൻ്റെ 4 സൈഡിലും ഈ പിങ്ക് കളർ കാണുന്ന രീതിയിൽ വേണം നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഓൾറെഡി വരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈസ് നോക്കിയിട്ട് വേണം ഒന്ന് വരച്ചെടുക്കാൻ. അതിനനുസരിച്ച് കാർഡ്ബോർഡ് പീസിൻ്റെ സൈസും നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. അത് നോക്കിയിട്ട് വേണം നിങ്ങളൊന്ന് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ എടുക്കാം. ചാർട്ട് പേപ്പർ ആയാലും മതി, വൈറ്റ്. അതിൽ ഞാനിപ്പോൾ ടൈം ടേബിൾ എന്നുള്ളത് നല്ല ഭംഗിയിലുള്ളൊരു ഫോണ്ടിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതാം. ഞാൻ കളറും പിങ്ക് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഏത് കളറാണ് അത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്ത കളർ തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ ഇല്ലെങ്കിൽ പഴയ ഏതെങ്കിലും നോട്ട് ബുക്കിൻ്റെ കവർ പേജ് എടുത്താലും മതി. അതിൻ്റെ ഉൾഭാഗം ഉണ്ടാവില്ല വൈറ്റ് കളറായിട്ടുള്ള, അവിടെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുത്താലും മതി. അതാവുമ്പോൾ ഒന്നും കൂടി നല്ല കട്ടിയിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കളർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് കളർ കൊണ്ടൊന്ന് ഔട്ട്ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഞാനിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണില്ല, ഞാൻ ക്ലൗഡിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ആദ്യം അതിൻ്റെ ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലായിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം.
പണ്ട് നമ്മൾക്ക് ടൈം ടേബിൾ എഴുതിയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റിൻ്റെ ബാക്കിലായിരിക്കും. പിന്നെ നമ്മൾ സ്കൂൾക്കൊക്കെ പോകുന്ന നേരത്തായിരിക്കും ടൈം ടേബിൾ നോക്കലും തിരയലും. അപ്പോൾ ഏത് ബുക്കിൻ്റെ ബാക്കിലാണെന്ന് പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ തിരക്ക് പിടിച്ച് തിരഞ്ഞ് എടുത്തിട്ടൊക്കെ ആയിരിക്കണം നമ്മൾ പോകാറുള്ളത്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ന്യൂജനാണ്. അവർക്ക് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. അതായത് സ്വന്തമായിട്ട് റൂം, അതുപോലെ സ്വന്തമായിട്ട് സ്റ്റഡി ടേബിൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഡെസ്കിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒന്നും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഉണ്ടാക്കിയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഞാൻ വരച്ച ഈ പിക്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് വരക്കണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ ക്യൂട്ടായിട്ടുള്ള പിക്ചറോ ക്യാരക്ടേഴ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ബോസും കുറച്ച് ഫ്ലവറും അങ്ങനെ കിറ്റി അങ്ങനെയൊക്കെയാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് സ്റ്റിക്കറിൻ്റെ മോഡലിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. കളർ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ആദ്യം നമുക്ക് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഈ സ്റ്റിക്കറും കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം ടേബിൾ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ തരണം. അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ അല്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ മോഡൽസിലോ എന്തെങ്കിലും ചേഞ്ചൊക്കെ വരുത്തിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും എന്തായാലും നിങ്ങൾ ചെയ്യണം. ഇനി ഒരു 10 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയിലുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. ഇപ്പോൾ ഏത് സൈസായാലും കുഴപ്പമില്ല, കുറച്ച് നീളം വേണമെന്നുള്ളൂ. എന്നിട്ട് ഞാനിപ്പം മടക്കി കൊടുത്ത പോലെ ഒരു 3 ഇഞ്ച് താഴേക്കിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ മടക്കിയ ഭാഗത്ത് ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ ബാക്കിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അത് ഈ സ്റ്റാൻഡായിട്ട് നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ക്യൂട്ടായിട്ടുള്ള സ്റ്റാൻഡിങ് ടൈം ടേബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.